അനു, രാജ്യത്ത് മതേതര നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഏക പാർട്ടി CPM ആണ് എന്നുള്ള വ്യക്തമായ ഒരു സന്ദേശം കൂടി നൽകുന്നതായിരുന്നു ഇന്നലത്തെ പിണറായി വിജയൻ അവതരിപ്പിച്ച നയരേഖ അടക്കം. അപ്പോൾ ഇന്നത്തെ ഇനി ചർച്ചകൾ ഏതു തരത്തിലായിരിക്കും? സേതുലക്ഷ്മി, 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് അത് രണ്ടാം നാളാണ്. ഏതായാലും ഇന്ന് പ്രധാനമായും ചർച്ച നടക്കുക ഒന്ന് കേന്ദ്ര കമ്മിറ്റിയുടെ രാഷ്ട്രീയ പ്രമേയ കരട് രേഖയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, അതുകൂടാതെ ഇന്നലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ട് എന്നിവയിൽ മാത്രമല്ല എന്നിവയിലൊന്നിയുള്ള ചർച്ചയാണ് ഇന്ന് ഏറ്റവും പ്രധാനമായും നടക്കുക. തീർച്ചയായും ഈ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, നവഫാസിസ്റ്റ് അതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ അങ്ങനെയല്ലെങ്കിൽ നവഫാഷിസ പ്രത്യേകതകൾ കാണിക്കുന്ന മോദി സർക്കാരിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് വളരെ വ്യക്തമായി CPIM അതിൻ്റെ പ്രതിനിധികൾ ചർച്ച ചെയ്യും. പ്രത്യേകിച്ച് കേരളത്തിലടക്കം ഈ പറയുന്ന BJPയുടെയും RSSൻ്റെയും സംഘപരിവാറിൻ്റെയും ഒക്കെ ഒരു കടന്നുകയറ്റം അല്ലെങ്കിൽ അവർക്ക് വോട്ട് അധികം ലഭിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ ആകും ഇന്ന് വളരെ കൃത്യമായി പാർട്ടി പ്രതിനിധികൾ ചർച്ച ചെയ്യുക. ഏതായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്തെ ഈ നേതാക്കളൊക്കെ താമസിക്കുന്ന ബീച്ച് ഹോട്ടലിന് സമീപത്താണ്. ബീച്ച് ഹോട്ടലിന് സമീപത്താണ് നിൽക്കുന്നത് എന്നുള്ളത് ദൃശ്യം കണ്ടപ്പോൾ മനസ്സിലായി. ഇന്നത്തെ ഈ സമ്മേളനത്തിൽ എന്തൊക്കെയാണ് ചർച്ചകൾ വരുന്ന കാര്യത്തിലൊക്കെ ഇപ്പോൾ ആസിഫും അനുവും പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ചോദിക്കാൻ പോകുന്നത്, കൊല്ലത്താണ്, ഇനി അടുത്ത 2-3 ദിവസം കൊല്ലത്ത് തന്നെ ഉണ്ട്. കൊല്ലം ഏതെങ്കിലും രീതിയിൽ എവിടെയെങ്കിലുമൊക്കെ പോവോ കാണുകയോ ഒക്കെ ചെയ്തോ? എവിടെ പോയില്ലെങ്കിലും നിങ്ങൾ ആ എടുത്താണിയിൽ പോകാൻ മറക്കരുത് കേട്ടോ. സേതു, കൊല്ലത്ത് അങ്ങനെ പോകാനൊന്നും പറ്റില്ല. രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമ്മൾ ഈ സമ്മേളന നഗരിയിലും പരിസര പ്രദേശങ്ങളിലുമാണ്. അതിനുശേഷം രാത്രി താമസ സ്ഥലത്തേക്ക് പോകുന്നതാണ് നിലവിലെ പരിപാടി. ഏതായിരുന്നാലും ഇനിയുള്ള സമയം അങ്ങനെ നോക്കണം, കുറച്ച് കൊല്ലത്തെ കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. തീർച്ചയായും എവിടെ പോയില്ലെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ ആ എഴുത്താണിക്കടയിലും അതുപോലെ തന്നെ ഫയൽവാൻ ഹോട്ടലിലൊന്നും പോകാതെ തിരിച്ചു വരരുത്, വലിയ നഷ്ടമായി പോകും. ശരി അനു.